Good morning. Good morning, Sharon. Okay. So let's just on the review. Last class we discussed about some common coding errors. Program നമ്മൾ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ കോഡ് ചെയ്യാൻ പോവാണ്. We are building the software. ഫേസ് ചെയ്യാൻ ചാൻസസ് ഉള്ള എറേഴ്സ് ആണ് മെമ്മറി ലീക്ക്, റിസോഴ്സസ് ഫ്രീ സിങ്ക്രണൈസേഷൻ പ്രോബ്ലം, ലാക്ക് ഓഫ് യൂണീക്ക് അഡ്രസ്, വിച്ച് മീൻസ് ഇഫ് യു ആർ ഗിവിംഗ് എലിയാസസ് നെയിംസ്, സോഴ്സും ഡെസ്റ്റിനേഷനും സെയിം നെയിം കൊടുക്കുകയാണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് എറർ. അരിത്തമെറ്റിക് എക്സെപ്ഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഇനി വെൻ വി ആർ യൂസിങ് എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ്, വാല്യൂസ് പ്രോപ്പർലി നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് എറർ. ഇല്ലീഗൽ യൂസ് ഓഫ് ആൻഡ് ഡബിൾ ആൻഡ്, രണ്ടിനെയും പർപ്പസ് നമ്മൾ മനസ്സിലാക്കുക. സ്ട്രിങ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എൻഡ് ഓഫ് ദി സ്ട്രിങ് കോപ്പി ചെയ്യുമ്പോൾ സൈസ് ഓഫ് ദി ഡെസ്റ്റിനേഷൻ, അതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസസ്, കൺട്രോൾ കൺസ്ട്രക്ട്സ് നമ്മൾ പറഞ്ഞു, യൂസ് ഓഫ് ഗോ ടു പറഞ്ഞു, നെസ്റ്റിംഗ്, ഇൻഫർമേഷൻ ഹൈഡിങ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, സൈഡ് ഇഫക്ട്സ്, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. വൈഷ്ണവി, സൈഡ് ഇഫക്ട്സ് എന്തായിരുന്നു? സൈഡ് ഇഫക്ട് മസ്ന, എന്തായിരുന്നു സൈഡ് ഇഫക്ട്? എന്തായിരുന്നു? അല്ല, ഞാൻ ആബ്സെന്റ് ആയിരുന്നല്ലോ. ഓക്കെ, ഇന്നലെ കറണ്ട് ഇല്ലാന്ന് പറഞ്ഞായിരുന്നല്ലേ. ഓക്കെ. ശ്രീഷ്മ, ഓർമ്മയുണ്ടോ സൈഡ് ഇഫക്ട്? അത് ഗ്ലോബൽ വേരിയബിളിന്റെ എല്ലാം കേസിൽ ഒരു സ്ഥലത്ത് യൂസ് ചെയ്തത് വേറെ സ്ഥലത്ത് യൂസ് ചെയ്യുമ്പം അവിടെ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പാരാമീറ്റർ മോഡിഫിക്കേഷന്റെ ഒക്കെ കേസിൽ. എക്സാക്ട്ലി. ഓക്കെ. സൈഡ് ഇഫക്ട് നമ്മൾ ഡിസ്കസ്ഡ് ഇൻ ദി കേസ് ഓഫ് മൊഡ്യൂൾസ്. സെപ്പറേറ്റ് എൻ്റയർ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് മൊഡ്യൂൾസ്. അപ്പം ഗ്ലോബൽ, ദർ ഇസ് എ ചാൻസ് ഓഫ് ഗ്ലോബൽ വേരിയബിൾ. നമുക്കറിയാം പ്രോഗ്രാമിൽ എൻ്റയർ പ്രോഗ്രാമിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് ആയിരുന്നു ഗ്ലോബൽ വേരിയബിൾസ്. സോ ഒരു മൊഡ്യൂളിൽ നമ്മൾ അത് ചേഞ്ച് ചെയ്യുമ്പം ഡെഫിനറ്റ് ആയിട്ടും അതിന്റെ ഇഫക്റ്റ് ബാക്കിയുള്ള മൊഡ്യൂൾസിൽ ഉണ്ടാവും. അതുപോലെ പാരാമീറ്റേഴ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. ഇത്രയും കാര്യത്തിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തു. Then today we are starting with the module interface. Module interface and module size. First നമുക്ക് module size നെ കുറിച്ച് പറയാം, then interface പറയാം. Module size means എന്താണ് ശരിക്കും? ഡിഫറെന്റ് എൻ്റയർ സിസ്റ്റത്തിനെ നമ്മൾ മൊഡ്യൂൾ ആക്കി ഐഡന്റിഫൈ ചെയ്തു. മൊഡ്യൂൾ സൈസ് നമ്മൾ മിനിമൈസ് ചെയ്യണം, മേ ബി വിത്ത് 100 ലൈൻസ് ഓർ ലെസ് ദാൻ 100 ലൈൻസ്. റീസൺ എന്താ? മൊഡ്യൂൾ ഷുഡ് ബി കൊഹിസീവ്. കൊഹിഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമുക്കറിയാം. അതർ മൊഡ്യൂൾസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ മിനിമൈസ് ചെയ്യണം. ഇന്ററാക്ഷൻ മിനിമൈസ് ചെയ്യണം. കൊഹിഷൻ നമ്മൾ കൂട്ടുക എന്ന് പറഞ്ഞാൽ മാക്സിമം കൊഹിഷൻ, മിനിമം കപ്ലിങ്, അതാണ് നമ്മുടെ എയിം. ഇപ്പൊ കൊഹിഷൻ എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രക്ചേർഡ് ആണത്, ഇൻഫർമേഷൻ ഒരു ഫ്ലോയും അതിൽ ഉണ്ടാവുന്നില്ല. അപ്പം മൊഡ്യൂൾ സൈസ് കൂടുന്നതിനനുസരിച്ച് കൊഹിഷൻ കൂടാനുള്ള സാധ്യത, മീൻസ് മറ്റുള്ള യൂണിറ്റ്സുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടും. വിച്ച് മീൻസ് നമ്പർ ഓഫ് ലൈൻ കൂടുന്നു, ദർ ഇസ് എ ചാൻസ് ഓഫ് ഇന്ററാക്ഷൻ വിത്ത് അതർ മൊഡ്യൂൾസ്. അപ്പം മൊഡ്യൂൾ സൈസിൽ നിങ്ങൾ ഹൈഫൺ ഇട്ട് എഴുതുക. ഹൈഫൺ ഇട്ട് എഴുതുക. കൺസിഡർ എ മൊഡ്യൂൾ വിത്ത് line less than 100, line less than 100. Then module size ബ്രാക്കറ്റിൽ പ്രോബ്ലം നമ്മുടെ കൊഹിഷനും കപ്ലിങ്ങും ഒന്ന് ഡിനോട്ട് ചെയ്ത് വെക്കാം. മൊഡ്യൂൾ സൈസുമായിട്ടുള്ള അസോസിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണ് കൊഹിഷൻ ആൻഡ് കപ്ലിംഗ്. കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഇന്ററാക്ഷൻ വിത്ത് അതർ മൊഡ്യൂൾസ്. മൊഡ്യൂൾ സൈസ് കൂടുന്നതിനനുസരിച്ച് ഡിഗ്രി ഓഫ് ഇന്ററാക്ഷൻ കൂടാൻ സാധ്യതയുണ്ട്.
ഓക്കെ, കൊഹിഷൻ കുറയാൻ സാധ്യതയുണ്ട്. കൊഹിഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. കൊഹിഷൻ കുറയാന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് കൊഹിഷൻ കൂടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു മൊഡ്യൂളിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കൊഹിഷൻ അബ്സ്ട്രാക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ കൊഹിഷൻ എന്ന് പറയുന്നത്. കൊഹിഷൻ കൂടുകയാണ് ചെയ്യേണ്ടത്, കപ്ലിംഗ് കുറയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്പർ ഓഫ് കോഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൊഹിഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. വിച്ച് മീൻസ് ദർ ഈസ് എ ചാൻസ് ഓഫ് ഇന്ററാക്ഷൻ വിത്ത് അതർ മൊഡ്യൂൾസ്. അഞ്ജലി ആർക്കെ ആൻഡ് ദേവിക, ഈ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് എഴുതുക മൊഡ്യൂൾ ഇന്റർഫേസ്. സൈസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മൊഡ്യൂൾ ഇന്റർഫേസ്. മൊഡ്യൂൾ ഇന്റർഫേസ് കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു മൊഡ്യൂൾ ഇന്റർഫേസ്, ഇന്റർഫേസ് എന്ന് വെച്ചാൽ യൂസർ ഓർ പ്രോഗ്രാമർ ഇന്ററാക്ടിങ് വിത്ത് സിസ്റ്റം, അതാണ് ഇന്റർഫേസ്. അപ്പൊ ഇന്റർഫേസ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് കൂടുതലാണെങ്കിൽ, അതായത് ആ മൊഡ്യൂളിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് കൂടുതലാണെങ്കിൽ എന്താണ് പ്രശ്നം? കൂടുതലാണെങ്കിൽ ചിലപ്പം ആ പാരാമീറ്ററിനെ വേറൊരു മൊഡ്യൂളിലൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമൊക്കെ വരും. നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് നമ്മൾ മിനിമൈസ് ചെയ്യാം. ഓരോ മൊഡ്യൂൾസിലും നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് നമ്മൾ മിനിമൈസ് ചെയ്യാം. നമ്പർ ഓഫ് പാരാമീറ്റർ കൂടുമ്പോൾ എന്താ പ്രശ്നം? കുറേ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അത് ഷെയർ ചെയ്യേണ്ട ആവശ്യം വേറൊരു മൊഡ്യൂളിലൊക്കെ പോകേണ്ടി വരും. ഓക്കെ, മൊഡ്യൂൾ ഇന്റർഫേസ് ഹൈഫൺ എഴുതാം. Avoid more number of parameters. Avoid more number of parameters. And examine the complex interface carefully. And examine the complex interface carefully. കോംപ്ലക്സ് ഇന്റർഫേസ് എന്ന് പറയുമ്പം ചിലപ്പോൾ നമ്മൾ ഇന്റർഫേസിൽ പാസ്വേഡ് ഒതന്റിക്കേഷൻ, എൻക്രിപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ റോങ് ഡാറ്റ പോയി കഴിഞ്ഞാൽ റോങ് ഇൻഫർമേഷൻ ആയിരിക്കും സിസ്റ്റത്തിലെ ബാക്കിയുള്ള പാർട്ടിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പാസ് ചെയ്ത് പോവുക. കറക്റ്റ് ഇൻഫർമേഷൻ കറക്റ്റ് പ്രോപ്പർലി വർക്ക് ചെയ്താൽ മാത്രമേ ഡിഫറെന്റ് മൊഡ്യൂൾസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പം വി ഹാവ് ടു എക്സാമിൻ ദി ഇന്റർഫേസ് പ്രോപ്പർലി. പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ഡെഫിനറ്റ് ആയിട്ട് മൊഡ്യൂൾസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു എക്സാമിൻ ദി ഇന്റർഫേസ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർലി. അതർവൈസ് എന്തായിരിക്കും, വൺ മൊഡ്യൂൾ ടു അതർ മൊഡ്യൂൾ കമ്മ്യൂണിക്കേഷനിൽ ഫ്ലോ ഉണ്ടാവുന്നത് റോങ് ഇൻഫർമേഷൻസ് ആയിരിക്കും. ആൻഡ് ഓൾസോ വി ഹാവ് ടു മിനിമൈസ് ദി നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ മൊഡ്യൂൾസ് ഓർ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ട്രാൻസ്ഫേർഡ് ത്രൂ ഇന്റർഫേസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. Then we are coming to switch case with default. നോർമലി പ്രോഗ്രാമിംഗ് പ്രാക്ടീസിൽ നമ്മൾ സ്വിച്ച് എഴുതിയിട്ടുണ്ട്. ഇതിലൊന്നും വരാത്തൊരു ആക്ഷൻസ് വി ആർ സ്പെസിഫൈഡിങ് ഇൻ ദി ഡിഫാൾട്ട് ബ്ലോക്ക്. ഓക്കെ, സ്വിച്ച് കേസ് വിത്തൗട്ട് എന്ന് എഴുതിയാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. വിത്തൗട്ട് ഡിഫാൾട്ട്, സോറി, ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസിൽ നമ്മൾ സ്വിച്ച് കേസ് വിത്ത് ഡിഫാൾട്ട് എഴുതണം. വി ആർ ഡിസ്കസിങ് അബൌട്ട് ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ്. സോ സ്വിച്ച് കേസ് വിത്ത് ഡിഫാൾട്ട്, ഡിഫാൾട്ട് ബ്ലോക്കിലെ സ്വിച്ച് നമ്മൾ എഴുതാൻ പാടുള്ളൂ. അതർവൈസ് അൺഎക്സ്പെക്റ്റഡ് ഇൻപുട്ട് വരുമ്പം പ്രോഗ്രാം എന്തായി പോകും, ബ്രേക്ക് ആയി പോകും, അല്ലെങ്കിൽ റോങ് ഇൻഫർമേഷൻ അത് പ്രിന്റ് ചെയ്യും. സോ ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ there we have to use a default block. അന്നക ഡിഫാൾട്ട് ബ്ലോക്ക് എന്തിനായിരുന്നു യൂസ് ചെയ്തത് ഇൻ സ്വിച്ച്? അതിപ്പോ ഓൾറെഡി ഉള്ള കേസസ് എല്ലാം ആ ഒരു കേസിൽ വന്നിട്ടില്ലെങ്കിൽ ചോയ്സ് കൊടുത്തത് തെറ്റാണെങ്കിൽ ഡിഫോൾട്ട് ബ്ലോക്ക് പോകും. ഓക്കെ, എക്സാക്ട്ലി. നമ്മൾ പ്രോഗ്രാമിംഗിൽ എഴുതിയിട്ടുണ്ടാവും ഇഫ് യു ആർ കൺസിഡറിങ് എ കാൽക്കുലേറ്റർ, 1 for addition, 2 for subtraction, we are taking different inputs. അപ്പോൾ ഇതിലൊന്നും പെടാത്തൊരു 10 ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ പെർഫോം ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല, ഒരു ഓപ്പറേഷനും ഇല്ല എങ്കിൽ ഡിഫാൾട്ട് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് മെസ്സേജ് പറയും അൺഎക്സ്പെക്റ്റഡ് ഇൻപുട്ട് ഐഡന്റിഫൈഡ്, നോ ഓപ്പറേഷൻ, അങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്യണം. അതർവൈസ് നമുക്ക് എന്താണ് പ്രോഗ്രാമിൽ നടക്കുന്നത്, ഇറർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് വി നീഡ് എ സ്വിച്ച് വിത്ത് ഡിഫാൾട്ട് ബ്ലോക്ക്, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എം ഡി ക്യാച്ച് ബ്ലോക്ക്.
MD ക്യാച്ച് ബ്ലോക്ക് ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ക്യാച്ച് ട്രൈ ക്യാച്ച് നമുക്കറിയാം. MD ക്യാച്ച് ബ്ലോക്ക് ഒരിക്കലും പാടില്ല. കാരണം എന്ത് ആക്ഷൻസ് ആണോ പെർഫോം ചെയ്യേണ്ടത് അത് നമ്മൾ MD ക്യാച്ച് ബ്ലോക്ക് അവോയ്ഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. എന്ത് ടാസ്ക് ആണോ പെർഫോം ചെയ്യേണ്ടത് ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ക്യാച്ച് ബ്ലോക്കിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. നോക്കുക, ഹിയർ വി ഹാവ് എൻ എക്സാമ്പിൾ. ട്രൈ ഒരു എറർ വന്നു. ഹിയർ ക്യാച്ച് കണ്ടോ, ഇവിടെ ഇതിന് ഇൻസൈഡ് ക്യാച്ച് ബ്ലോക്ക് ത്രോ എൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ എൻ എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് എക്സെപ്ഷൻ വന്നത് അത് നമ്മൾ ത്രോ ചെയ്യണം, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യണം. MD ക്യാച്ച് ബ്ലോക്ക് ഒരിക്കലും ഒരു ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് അല്ല. ഹൈഫനറ്റ് എഴുതുക. ഇഫ് എൻ എക്സെപ്ഷൻ കോട്ട് we have to take some default action. In good programming practice. We have to take a default action in good programming practice. അതായത് ട്രൈ ഒരു എറർ വന്നു, ക്യാച്ച് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് എന്തായാലും പ്രിന്റ് ചെയ്യുക, ആ എക്സെപ്ഷൻ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. Then MD if, while സ്റ്റേറ്റ്മെന്റ്. പ്രോഗ്രാമിംഗ് പ്രാക്ടീസിൽ MD if while സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമ്പോഴാവുന്ന പ്രോബ്ലം നമുക്ക് പറയാം. MD if, while സ്റ്റേറ്റ്മെന്റ്. നോട്ട് നോക്കുക, ഒരു എക്സാമ്പിൾ അതിലുണ്ട്. സപ്പോസ് if x equal to 0, ടാസ്ക് പെർഫോം ചെയ്യുമ്പോൾ if x equal to 0, ഇൻസൈഡ് ദി ബ്രാക്കറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെ നമ്മൾ ഒരു വൈൽ ഓർ if ബ്ലോക്ക് നമ്മൾ ഫ്രീ ആക്കി വെക്കാൻ പാടില്ല. ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂഷൻ വരുമ്പം ഫൈനലി അതൊരു എറർ ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുക. ഒരു ലൂപ്പിലൊക്കെയാണ് ഈ ഒരു കേസെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് വാല്യൂ എക്സ് ഈസ് അസൈൻഡ് എ വാല്യൂ നോട്ട് യൂസ്ഡ്, ആ ടൈപ്പ് ഇറേഴ്സ് ഒക്കെ വരും. സോ അവോയ്ഡ് ദി യൂസ് ഓഫ് MD if ആൻഡ് വൈൽ സ്റ്റേറ്റ്മെന്റ്. ഹൈഫനറ്റ് എഴുതുക. അവോയ്ഡ് ദി യൂസ് ഓഫ് MD if ആൻഡ് വൈൽ സ്റ്റേറ്റ്മെന്റ്. സിമിലർ ഇറേഴ്സ് സാധ്യതയുണ്ട് ഇൻ ദി കേസ് ഓഫ് ട്രൈ. MD ട്രൈ ബ്ലോക്ക്, MD ഫൈനലി എല്ലാം നമ്മൾ ഇറേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ആണ്. MD ഫൈനലി ബ്ലോക്ക്, MD ട്രൈ ബ്ലോക്സ് ഒക്കെ മൾട്ടിപ്പിൾ ടൈം നമ്മൾ ആ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇറേഴ്സ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്, ഓർത്തിരിക്കുക. സോ അവോയ്ഡ് ദി യൂസ് ഓഫ് MD if ആൻഡ് വൈൽ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒരു ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ആണ് റോബസ്റ്റ്നെസ് എന്ന് എഴുതാം. റോബസ്റ്റ്നെസ്, ROBUSTNESS. നെക്സ്റ്റ് ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ആണ് റോബസ്റ്റ്നെസ് എന്ന് എഴുതാം. റോബസ്റ്റ്നെസ് എന്ന് പറഞ്ഞാല് എബിലിറ്റി ടു പെർഫോം ആക്ഷൻ ഇൻ എ ഡിസൈറബിൾ കണ്ടീഷൻ. അതാണ് റോബസ്റ്റ്നെസിന്റെ മീനിങ്. അൺഎക്സ്പെക്റ്റഡ് ഒരു എറർ വരുമ്പോഴും പ്രോഗ്രാമിന് അതിനെ ആക്ഷൻസ് പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവ്, അത് പ്രോഗ്രാം ക്രാക്ക് ആവുന്നില്ല, സ്റ്റോപ്പ് ആവാതെ തന്നെ ആ കണ്ടീഷനെ ഫോർവേഡ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് റോബസ്റ്റ്നെസ് എന്ന് പറയുന്നത്. സപ്പോസ് എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം ക്രാക്ക് ആയിട്ട് സിസ്റ്റം ഓഫ് ആവില്ല, പകരം പറയും അൺഎക്സ്പെക്റ്റഡ് എറർ ഒക്കേഴ്സ്. ഒരു പ്രോപ്പർ മെസ്സേജ് നമുക്ക് തന്നിട്ട് പ്രോഗ്രാമറിന് ഓർ ഡീബഗറിന് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജിൽ അതിങ്ങനെ നിൽക്കും. നമുക്ക് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഗ്രാമിനെ എക്സിറ്റ് ചെയ്യാം. ഒരിക്കലും പ്രോഗ്രാം ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആവില്ല. അൺസർട്ടൻ കണ്ടീഷൻസ് വരുമ്പം പ്രോഗ്രാം എക്സിറ്റ് ആവാതെ പ്രോപ്പറായിട്ട് മെസ്സേജ് തന്നിട്ട് എന്താണ് പ്രശ്നമുള്ളതെന്ന മെസ്സേജ് തന്നിട്ട് മാത്രം സിസ്റ്റം ആ ഒരു സ്റ്റോപ്പിൽ നിൽക്കുന്ന സ്റ്റേജിനെ നമുക്ക് റോബസ്റ്റ്നെസ് എന്ന് പറയാം.
ഹൈഫൺ ഇട്ട് എഴുതുക. എബിലിറ്റി ടു വർക്ക് വിത്ത് അൺഎക്സ്പെക്റ്റഡ് ആക്ഷൻ. ഹൈഫൺ ഇട്ട് എഴുതുക. എബിലിറ്റി ടു വർക്ക് വിത്ത് അൺഎക്സ്പെക്റ്റഡ് ആക്ഷൻ. എക്സാമ്പിള് ഇൻകറക്റ്റ് ഇൻപുട്ട്. ഇൻകറക്റ്റ് ഇൻപുട്ട് ഇൻകറക്റ്റ് ഇൻപുട്ട് ഇൻകറക്റ്റ് ഇൻപുട്ട് വരുമ്പം പ്രോഗ്രാമർ ക്യാൻ പ്രൊഡ്യൂസ് എ മീനിങ് ഫുൾ മെസ്സേജ്. ഇൻകറക്റ്റ് ഇൻപുട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പ്രോഗ്രാം ക്യാൻ പ്രൊഡ്യൂസ് എ മീനിങ് ഫുൾ മെസ്സേജ്. മീൻ ചെയ്യുന്നത് എന്താ? an അൺഎക്സ്പെക്റ്റഡ് ഇൻപുട്ട് ഐഡന്റിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുവാണെങ്കിൽ റോബസ്റ്റ്നെസ് ആണ്, സിസ്റ്റം റോബസ്റ്റ് ആണ്. അൺഎക്സ്പെക്റ്റഡ് കണ്ടീഷനിലും നമ്മുടെ സോഫ്റ്റ്വെയറിന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയാം. ക്ലിയർ അല്ലേ? റൈസ ഖാലിദാൻ, പ്രണവ് സി. ദിൽന, സിസ്റ്റം റോബസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ റൈസ. അജ്മൽ, ലാസ്റ്റ് വൺ കോറിലേറ്റഡ് പാരാമീറ്റേഴ്സ്. കോറിലേറ്റഡ് പാരാമീറ്റേഴ്സ് ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. വെൻ വി ആർ കൺസിഡറിംഗ് വിത്ത് ആൻ അറേ, അറേ നമ്മൾ പാസ് ചെയ്യുമ്പം അറേ നെയിം എലോങ് വിത്ത് അറേ സൈസ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കാറുണ്ട്. പ്രോഗ്രാമിൽ ഫംഗ്ഷൻ കോൾ നടന്നു, അറേ നമ്മൾ റീഡ് ചെയ്തു, അറേ സൈസ് എലോങ് വിത്ത് അറേ നെയിം എലോങ് വിത്ത് അറേ സൈസ് നമ്മൾ പാസ് ചെയ്യും. എന്തുകൊണ്ടാണ് അറേ സൈസ് പാസ് ചെയ്യുന്നത്? നമ്പർ ഓഫ് എലമെന്റ്സ് അറേയിലേക്ക് റീഡ് ചെയ്യുന്നത് നമുക്ക് സൈസിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റും. അതർവൈസ് എന്താവും? മെമ്മറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്ത അത്രയും നമ്പറിനൊക്കെ റീഡ് ചെയ്താൽ നമുക്ക് മെമ്മറി ഉണ്ടാവില്ല, അൺഎക്സ്പെക്റ്റഡ് എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ യൂസ് ഓഫ് കോറിലേറ്റഡ് പാരാമീറ്റേഴ്സ് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ക്ലിയർ ആണെന്ന് തോന്നുന്നു. കോറിലേറ്റഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്നുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പാരാമീറ്റർ. എലോങ് വിത്ത് അറേ നെയിം വി ആർ പാസിംഗ് അറേ സൈസ് ഡ്യൂറിങ് ഫംഗ്ഷൻ കോൾ. അതിന്റെ മീനിങ് എന്താ? ഡാറ്റ റീഡ് ചെയ്യുന്നത് അറേ സൈസ് വെച്ച് നമുക്ക് ലിമിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് കോറിലേറ്റഡ് പാരാമീറ്റേഴ്സ്. ഹൈഫൺ ഇട്ട് എഴുതുക. ഇംപ്ലിസിറ്റ് കോറിലേഷൻ ബിറ്റ്വീൻ പാരാമീറ്റേഴ്സ്. ഇംപ്ലിസിറ്റ് കോറിലേഷൻ ബിറ്റ്വീൻ പാരാമീറ്റേഴ്സ്. എക്സാമ്പിൾ എഴുതുക. പാസിംഗ് അറേ സൈസ് വിത്ത് അറേ നെയിം ഡ്യൂറിങ് ഫംഗ്ഷൻ കോൾ. പാസിംഗ് അറേ സൈസ് വിത്ത് അറേ നെയിം ഡ്യൂറിങ് ഫംഗ്ഷൻ കോൾ. ഓക്കെ, ഇത്രയും ആക്ടിവിറ്റീസ് ആണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസിൽ കൺസിഡർ ചെയ്യണം. അറേ സൈസ് നമ്മൾ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റർ ദി നമ്പർ, നമ്മൾ നമ്പർ അടിച്ചുകൊണ്ടേയിരിക്കും. പ്രോഗ്രാം നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റി, മെമ്മറി ഇല്ലെങ്കിൽ കോർ ഡംപ്ഡ് അല്ലെങ്കിൽ ക്രാക്ക്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരും. ഇത് ഒഴിവാക്കാൻ വേണ്ടി വി ക്യാൻ യൂസ് കോറിലേറ്റഡ് പാരാമീറ്റേഴ്സ്. ഇതാണ് ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? ഒരു 2 റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് പറയാം. കീർത്തന, ജസ്ന ഷെറിൻ, അനുഗ്രഹ ആദിൻ. ഓക്കെ, റിസ്വിൻ പറഞ്ഞോളൂ. എമർജൻസി ആണെങ്കിൽ പോയിട്ട് വരാം. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ഇടുക, കോഡ് റിവ്യൂ. ഈ മൊഡ്യൂൾ അത്യാവശ്യം തിയറി തന്നെയാണ് കേട്ടോ, ഡ്രൈ ആണ്. അത്യാവശ്യം നോക്കുക എല്ലാവരും. കോഡ് റിവ്യൂ, വി ആർ കമ്മിങ് ടു കോഡ് റിവ്യൂ. നമ്മൾ പറഞ്ഞു വി ഹാവ് ടു റൈറ്റ് യുവർ കോഡ് പ്രോപ്പർ മാനർ, പ്രോപ്പർ സിൻടാക്സ്, പ്രോപ്പർ സ്ട്രക്ചർ നമ്മളെ മാനേജ് ചെയ്യണം. അതർവൈസ് കോഡ് റിവ്യൂ ടീം എന്ത് ചെയ്യും? നമ്മുടെ പ്രോഗ്രാമിനെ റിജക്ട് ചെയ്യും, നമ്മളെ കോഡ് പാർട്ട് റിജക്ട് ചെയ്യും, രണ്ടാമതും കോഡ് ചെയ്യാൻ പറയും. അപ്പോൾ കോഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കമ്പനി സ്റ്റാൻഡേർഡ് എന്താണോ ആ ഒരു ഫോർമാറ്റിൽ
ഡെവലപ്പേഴ്സ് അല്ലെ കോഡ് ചെയ്യുന്ന പ്രോഗ്രാമേഴ്സ് കോഡ് ചെയ്യണം. അതാണ് കോഡിങ്ങിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്. ഇനി കോഡ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഇംപ്ലിമെന്റിംഗ് ദി കോഡ്, ആഫ്റ്റർ കമ്പൈലേഷൻ ഒരു ടീം അല്ലെങ്കിൽ കുറെ ടെക്നിക്കൽ എക്സ്പേർട്സ് എന്ത് ചെയ്യും, ആ കോഡിനെ റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്യുന്നത് ടു ഐഡന്റിഫൈ ദി ലോജിക് ഇറർ, അതർവൈസ് സിന്റാക്സ് ഇറർ, അൺയൂസ്ഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ്, പ്രോബ്ലംസ് ഇൻ അൽഗോരിതം, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കോഡ് റിവ്യൂ ചെയ്യുന്നത്. ഫൈനലി ദേ ഹാവ് ടു റിമൂവ് ദി ഡിഫക്റ്റ് ഇൻ ദി പ്രോഗ്രാം. കുറെ ഡിഫക്ട്സ് ഒക്കെ അവർ റിമൂവ് ചെയ്യും. ഓക്കെ, ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഡ് റിവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 ടൈപ്സ് ഓഫ് കോഡ് റിവ്യൂ പോസിബിൾ ആണ്. ഫസ്റ്റ് വൺ കോഡ് വാക്ക് ത്രൂ ആൻഡ് കോഡ് ഇൻസ്പെക്ഷൻ. കോഡ് വാക്ക് ത്രൂ ആൻഡ് കോഡ് ഇൻസ്പെക്ഷൻ. ഫസ്റ്റ് സൈഡ് ഹെഡിങ് എഴുതുക, കോഡ് വാക്ക് ത്രൂ. കോഡ് വാക്ക് ത്രൂ. കോഡ് റിവ്യൂ എന്തിനാണെന്ന് ഓർക്കുക. വി ഹാവ് ടു പ്രൊഡ്യൂസ് എ ഇഫക്റ്റീവ് കോഡ് ഓർ ക്വാളിറ്റിയുള്ള കോഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. സോ വി ഹാവ് ടു ഐഡന്റിഫൈ ദി ഇറേഴ്സ് ഓർ ചാൻസസ് ഓഫ് ഇറേഴ്സ്. ഇതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഡ് റിവ്യൂ ചെയ്യുന്നത്. ഫൈനലി നമുക്ക് നല്ലൊരു കോഡ് വേണം. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കോഡ് വാക്ക് ത്രൂ. കോഡ് വാക്ക് ത്രൂവിന്റെ തിയറി ഇതാണ്. കോഡ് വാക്ക് ത്രൂ മീറ്റിംഗ് പെർഫോം ചെയ്യുന്നതിന് മുന്നേ ആ ഒരു കോഡ് നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് ടീമിന് കൊടുക്കും. ടെസ്റ്റേഴ്സ് ആണോ എക്സ്പെർട്സ് ആണോ ഡിഫറെന്റ് ടീമിന് കൊടുക്കും. അപ്പം അവർക്ക് 1 വീക്ക് ഓർ ടൈം കിട്ടും ആ കോഡിനെ ലൈൻ ബൈ ലൈൻ വാക്ക് ത്രൂ മീൻസ് ലൈൻ ബൈ ലൈൻ ഐഡന്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് ടെസ്റ്റ് കേസ് വെച്ച് ചെക്ക് ചെയ്തിട്ട് അൽഗോരിതത്തിലുള്ള ഇറർ, സിന്റാക്സിൽ ഉണ്ടാവുന്ന ഇറർ, അൺഎക്സ്പെക്റ്റഡ് ഇറേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഒരാഴ്ചയോളം ടൈം കൊടുക്കും കംപ്ലീറ്റ് അതിനെക്കുറിച്ച് പഠിക്കാൻ. ദെൻ കോഡ് വാക്ക് ത്രൂ മീറ്റിംഗിൽ അവരെന്ത് ചെയ്യുന്നു, ഈ എന്തൊക്കെ പ്രോബ്ലംസ് ലോജിക്കൽ ഇറേഴ്സ് ഐഡന്റിഫൈ ചെയ്തു അത് അവര് ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഡിസൈൻ കറക്റ്റ് ചെയ്യാനോ പ്രോഗ്രാമിൽ അത് കറക്റ്റ് ചെയ്യാനോ ഓപ്ഷൻസ് ഇല്ല. ജസ്റ്റ് ഐഡന്റിഫൈങ് ദി ഇറേഴ്സ് ത്രൂ ഡിഫറെന്റ് ടെസ്റ്റ് കേസസ്. 1 വീക്കോളം ടൈം എടുത്ത് അവരത് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ മീറ്റിംഗിൽ അവരത് പ്രസന്റ് ചെയ്യുന്നു. അവരുടെ ഫൈൻഡിങ്സ് അവര് വാക്ക് ത്രൂ മീറ്റിംഗിൽ അവർ പ്രസന്റ് ചെയ്യുന്നു. ഈ ഒരു ഓപ്ഷനെയാണ് നമ്മൾ കോഡ് വാക്ക് ത്രൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട് കോഡ് വാക്ക് ത്രൂ മീറ്റിംഗിൽ. നമ്പർ ഓഫ് മെമ്പേഴ്സ് മിനിമൈസ് ടു 3 to 7 മെമ്പേഴ്സ്. എയിം ഈസ് ടു ഡിസ്കവറി ഓഫ് ഇറേഴ്സ്. കറക്ഷൻ അല്ല, ഇറർ കറക്ഷൻ അല്ല മീൻ ചെയ്യുന്നത്, ജസ്റ്റ് ടു ഡിസ്കവറി ഓഫ് ഇറേഴ്സ്. ഈ ഒരു പോയിന്റ് നമുക്ക് എഴുതി വെക്കാം. കോഡ് വാക്ക് ത്രൂ is an informal code analysis technique. Informal code analysis technique. Then few members of the development team read and understand the code. And discover algorithmic and logical errors. Next is they will present their findings in walkthrough meeting. Okay, അപ്പോൾ ഇതിന്റെ benefit of code walkthrough 2 പോയിന്റ് അവിടെ എഴുതിക്കാം. Earlier bugs are found in
in the life cycle of the product. Earlier bugs are found in the life cycle of the product. Programmer get a chance to review the program. Programmer get a chance to review the program or review the system. ഓക്കെ, അപ്പം പ്രോഗ്രാമർ തന്നെ റിവ്യൂ ചെയ്യാനും വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടെക്കേഴ്സിന്റെ ഹെൽപ്പിൽ അതിനെ കറക്റ്റ് ചെയ്യാനും മീൻസ് ഡിസ്കവർ ചെയ്യാനും പറ്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് ടെസ്റ്റിംഗ് സ്റ്റേജിലാണ്. ആ സ്റ്റേജിൽ നമുക്ക് ഈസിലി അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം കോഡ് വാക്ക് ത്രൂ ഒരു ഇൻഫോർമൽ അപ്രോച്ച് ആണ്. ഡിഫറെന്റ് മെമ്പേഴ്സ് കോഡിനെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നു ആൻഡ് ദേ ആർ ഐഡന്റിഫൈങ് ദി ഇറേഴ്സ്, ഡിസ്കവറിംഗ് ദി ഇറേഴ്സ് ഇൻ അൽഗോരിതമിക് ഇറർ ഓർ പ്രോബ്ലംസ് ഇൻ ലോജിക്, അത് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ആ വാക്ക് ത്രൂ മീറ്റിംഗിലുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് തിയറി ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടീം പെർഫോമിംഗ് വാക്ക് ത്രൂ മീറ്റിംഗ് ഇറ്റ് ഇസ് മിനിമൈസ്ഡ്. എയിം ഈസ് ടു ഡിസ്കവറി ഓഫ് ദി ഇറേഴ്സ്. മീറ്റിംഗ് ഡ്യൂറേഷൻ അവർ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് കോഡ് വാക്ക് ത്രൂ എന്ന് പറയുന്നത്. അഖിൽ സി ഇപ്പോൾ ക്ലിയർ അല്ലേടാ? സാറേ ഓക്കെ. നെക്സ്റ്റ് ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് കോഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. കോഡ് ഇൻസ്പെക്ഷൻ ഓക്കെ. സൈഡ് ഹെഡിങ് എഴുതാ കോഡ് ഇൻസ്പെക്ഷൻ. ഇതും നമ്മൾ ചെയ്യുന്നത് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ കോമൺലി ഉള്ള പ്രോഗ്രാമിംഗ് ഇറേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കോഡ് വാക്ക് ത്രൂ ഇൻഡിവിജ്വലി ടെസ്റ്റ് കേസ് വെച്ച് പെർഫോം ചെയ്യുന്നതിന് പകരം പ്രോഗ്രാമിലുള്ള കോമൺ ഇറേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കോഡ് ഇൻസ്പെക്ഷൻ. കോഡ് ഇൻസ്പെക്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തൊക്കെ കേസസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. കോഡ് ഇൻസ്പെക്ഷൻ വി ക്യാൻ ഐഡന്റിഫൈ അൺഇനീഷ്യലൈസ്ഡ് വേരിയബിൾസ്, നോൺ ടെർമിനേറ്റിംഗ് ലൂപ്സ് വി ക്യാൻ ഐഡന്റിഫൈ, ഇൻകംപ്ലീറ്റ് അസൈൻമെന്റ്സ്, വാല്യൂ അസൈൻമെന്റ് എന്തായാലും അവിടെ ഉണ്ടാവും. ഇൻകംപ്ലീറ്റ് അസൈൻമെന്റ്സ് വി ക്യാൻ ഐഡന്റിഫൈ, അറേ ഔട്ട് ഓഫ് ബൗണ്ട് പ്രോബ്ലംസ്, അറേ സൈസ്, അറേ ഔട്ട് ഓഫ് ബൗണ്ട് പ്രോബ്ലംസ് വി ക്യാൻ ഐഡന്റിഫൈ, അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ ഓഫ് മെമ്മറി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, യൂസ് ഓഫ് ഇൻകറക്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, we can identify, improper modification of variables, loop variables we can identify. ഇങ്ങനെയുള്ള കുറെ പ്രോഗ്രാമിൽ വരുന്ന മിസ്റ്റേക്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇൻസ്പെക്ഷൻ മീൻസ് എന്താ? ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയിട്ട് എല്ലാം ചെക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ. കോഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ അവർ മെയിൻ എയിം ഈസ് ടു ചെക്ക് അൺഇനീഷ്യലൈസ്ഡ് വേരിയബിൾസ്, ചെക്ക് ദി ജംപ്സ് ഇൻ ദി ലൂപ്പ്, നോൺ ടെർമിനേറ്റിംഗ് ലൂപ്പ്, ഇൻകോമ്പാക്റ്റബിൾ ആയിട്ടുള്ള അസൈൻമെന്റ്സ്, അറേ ഇൻഡിസസ് ഔട്ട് ഓഫ് ബൗണ്ട്സ്, ഇങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് കോഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കോമൺലി ഉണ്ടാവുന്ന ഇറേഴ്സ് ആണ്. ഈ ഇറേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസിങ് നമ്മളിപ്പോ പറഞ്ഞ ചെക്ക് ലിസ്റ്റ്, ഇന്ന ഇറർ ഉണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ 1 by 1 ആയിട്ട് ഇൻ കോഡ് ഇൻസ്പെക്ഷനിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? നിതിൻ ബാബു, ശ്രദ്ധ. ഓക്കെ. നെക്സ്റ്റ് അതർ കോഡ് വെരിഫിക്കേഷൻ ടെക്നിക്സ്. ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് അനാലിസിസ് എന്ന് എഴുതാം. അതർ കോഡ് വെരിഫിക്കേഷൻ ടെക്നിക്സ്, സ്റ്റാറ്റിക് അനാലിസിസ്. അപ്പം സ്റ്റാറ്റിക് അനാലിസിസ് പെർഫോം ചെയ്യുമ്പം ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് അനാലിസിസ് പെർഫോം ചെയ്യുമ്പം നമ്മുടെ കമ്പനിക്ക് പ്രൊപ്രൈറ്ററി ആയിട്ട് അവരുടെ ടെക്നിക്കിൽ അവർ എന്തെങ്കിലും ഒരു ടൂൾ അവർ യൂസ് ചെയ്യും. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടൂൾ ആണ് സ്റ്റാറ്റിക് അനാലിസിസ് നമ്മൾ പെർഫോം ചെയ്യുക. അപ്പം ഹൈഫൺ എഴുതാം, വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടൂൾ പെർഫോമിംഗ് സ്റ്റാറ്റിക് അനാലിസിസ്
They will identify unexpected patterns, that to cause defect, identifying the defects in the program, മീൻ ചെയ്യുന്നത് ഇതാണ്, നമ്മൾ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുകയല്ല ചെയ്യുക. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടൂൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും പാറ്റേൺസ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും അൺഡിസൈഡബിൾ ആയിട്ടുള്ള ഡിഫക്ട്സ് കോഡിനുണ്ടോ എന്ന് ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് സ്റ്റാറ്റിക് അനാലിസിസ് പെർഫോം ചെയ്യും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു, അത് ക്യാപിറ്റൽ ആയിപ്പോയി, സ്മോൾ ആയിപ്പോയി, അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇറേഴ്സ് ഉണ്ട്. നമ്മളപ്പോൾ അതിനെ ജസ്റ്റ് ഒരു വേർഡ് ഫയൽ ഇട്ടിട്ട് കൺട്രോൾ F അടിച്ച് ഏതൊക്കെ വേർഡ്സ് എവിടെയൊക്കെ റിട്ടേൺ ചെയ്യുന്നുണ്ട്, റീപ്ലേസ് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പാറ്റേൺസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പ്രൊപ്രൈറ്ററി ടൂൾസ് യൂസ് ചെയ്തിട്ട് കോഡിനെ അവര് എക്സിക്യൂട്ട് ചെയ്യല്ല ചെയ്യുക, ലൈൻ ബൈ ലൈൻ ആയിട്ട് മാനുവലി ചെയ്യുന്നതിന് പകരം യൂസിങ് എ ടൂള് കോഡിനെ 1 by 1 ആയിട്ട് അനലൈസ് ചെയ്ത് അൺഎക്സ്പെക്ടഡ് പാറ്റേൺസ്, ഡിഫക്റ്റ് ഇൻ ദി കോഡൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. മനുഷ്യന്മാർ നേരത്തെ ടെസ്റ്റ് കേസ് വെച്ച് ചെയ്തു, ഇൻഫോർമലി ചെയ്തു, കോഡ് വർക്ക് ത്രൂ ആൻഡ് കോഡ് ഇൻസ്പെക്ഷൻ. സ്റ്റാറ്റിക് അനാലിസിസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടൂള് നമുക്ക് പെർഫോം ചെയ്യാം. ഒരു ഹൈഫൺ അവിടെ എഴുതി വെക്കുക. നെക്സ്റ്റ് എഴുതുക ഡൈനാമിക് അനാലിസിസ്. സം പാർട്ട് ഓഫ് ദി പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കും. ഓക്കെ, ദെൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും വാല്യൂ ഓഫ് ദി വേരിയബിൾസ്, എവിടെയൊക്കെയാണ് ബ്രാഞ്ച് ടേക്കൺ ചെയ്യുന്നത്, എന്നിട്ട് ഈ ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൈനാമിക് അനാലിസിസ് എന്ന് പറയുന്നത്. എൻ്റയർ പ്രോഗ്രാം വേണമെന്നില്ല, സം പാർട്ട്, എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള ഒരു പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡൈനാമിക് അനാലിസിസിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ദെൻ വാല്യൂ ഓഫ് വേരിയബിൾ ആൻഡ് ആ ഒരു മൊഡ്യൂളിൽ വാല്യൂസ് ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ എവിടെയൊക്കെയാണ് ലൂപ്പിംഗ്, ബ്രാഞ്ചിങ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പ്രോപ്പർലി നമുക്ക് അതിനെ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഈ ഒരു ഓപ്ഷനെയാണ് നമ്മൾ ഡൈനാമിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഹൈഫൺ ഇട്ട് എഴുതാം. We can identify value of a variable, branch taken, value of variable, branch taken by executing part of a code, ഇനി കോഡ് വെരിഫിക്കേഷനുള്ള വേറൊരു ടെക്നിക്കാണ് പ്രൂവിങ് ദി കറക്റ്റ്നെസ്. പ്രോഗ്രാം പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. വാലിഡ് ആയിട്ടുള്ള കോഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് കേസസ് വെച്ചിട്ട് ഓരോ മൊഡ്യൂൾസും പ്രോപ്പർലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ തരുന്നുണ്ടോ, ഫംഗ്ഷൻ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ, ആ ഒരു ടേമാണ് പ്രൂവിങ് ദി കറക്റ്റ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, യൂസിങ് ടെസ്റ്റ് കേസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ദെയർബൈ വി ക്യാൻ റിമൂവ് ദി ഇറേഴ്സ്, ആ പർട്ടിക്കുലർ പാർട്ടിലെ ഇറേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇതിനെയാണ് പ്രൂവിങ് ദി കറക്റ്റ്നെസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ, യൂണിറ്റ് ടെസ്റ്റിംഗ്. നിങ്ങൾ ഒരുപാട് കേട്ടതാണ്. ഡിഫറെന്റ് മൊഡ്യൂൾസിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാം. ഇൻപുട്സ് കൊടുത്തിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാം. പ്രൂവിങ് കറക്റ്റ്നെസ്സും യൂണിറ്റ് ടെസ്റ്റും ഏകദേശം ഒരുപോലെ തന്നെയാണ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാം, പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോഡിനെ പ്രോപ്പർലി വെരിഫൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് കോഡ് വെരിഫിക്കേഷൻ ടെക്നിക്സ്. ഇപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ കോഡ് ഇൻസ്പെക്ഷൻ ആൻഡ് കോഡ് വർക്ക് ത്രൂ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നോട്ട്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ സ്റ്റാറ്റിക് അനാലിസിസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ജസ്റ്റ് ഒരു 2 lines or 3 lines നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. സ്റ്റാറ്റിക് അനാലിസിസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ടൂൾ, പ്രൊപ്രൈറ്ററി ടൂൾ. ഇൻസ്റ്റെഡ് ഓഫ് എക്സിക്യൂട്ടിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഐഡന്റിഫൈങ് അൺഎക്സ്പെക്ടഡ് പാറ്റേൺ or defects in the program. Dynamic analysis we are executing part of our system and identifying the variable value and the cases and branches taken. Unit testing proving correctness ondana test case or input vechittu expected output ആ ഒരു പാർട്ട് തരുന്നുണ്ടോ എന്ന് നമ്മൾ ഇൻഡിവിജ്വലി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് കോഡ് റിവ്യൂ. ഇവിടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.